മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മഞ്ജുവിൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപനാണെന്നുള്ള സത്യം അറിയുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും വാമദേവൻ അനന്തുവിൻ്റെ അടുത്ത് പൈസ വാങ്ങാനായിട്ട് പോയിട്ടുണ്ട്. ഈ വാമദേവൻ സത്യങ്ങളൊന്നും അറിയണില്ല. കണ്ണൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്നും മഹാലക്ഷ്മി എല്ലാ സത്യങ്ങളും കണ്ണനോട് തുറന്നു പറഞ്ഞു എന്നുള്ള കാര്യം അറിയാണ്ട് ഈ വാമദേവൻ സീമന്തിനിയോട് പറയുന്നുണ്ട്, എന്തായാലും ഇനി അനന്തും മഹാലക്ഷ്മി നമ്മളുടെ കറവപ്പശുക്കളാന്നൊക്കെ പറഞ്ഞ് അനന്തുവിൻ്റെ ഇന്ന് കാശ് വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ കരുണയും ഭയങ്കര സന്തോഷത്തിലാണ്. 10 ലക്ഷം അമ്മാവിന് കിട്ടിയ 5 ലക്ഷം കിട്ടൂലോ എന്നൊക്കെ ഓർത്ത് മനപ്പായസം കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മളുടെ അനന്തുവിൻ്റെ മുന്നിലേക്ക് ചെല്ലുന്ന വാമദേവനോട് ആദ്യമൊന്നും അനന്ത് പറയണില്ല കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞു എന്ന്. പക്ഷേ ഈ വാമദേവൻ്റെ വിചാരം ഇപ്പോൾ പൈസ കിട്ടുമെന്ന് വിചാരിച്ച് വാമദേവൻ അനന്തുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, നിങ്ങളൊരു മനുഷ്യനാണോ, നിങ്ങൾ കാരണം ഇപ്പം മഹി ഐസിയുലായേക്കണേന്ന് പറയുമ്പം ഈ വാമദേവൻ ചോദിക്കുന്നുണ്ട്, ഇത് സത്യമാണോ, ഇനി അവൾ എനിക്ക് പൈസ തരാൻ പറ്റില്ലാത്തതുകൊണ്ട് കള്ളം പറയണയാണോ എന്ന് ചോദിക്കുമ്പം അനന്ത് പറയുന്നുണ്ട്, വേണമെങ്കിൽ ആസ്പത്രിയിൽ ചെന്ന് നോക്കാം, ഐസിയുല മഹി കിടക്കണേ, താൻ ഒറ്റൊരുത്തൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തിട്ട് അനന്തക്കുട്ട, എന്തായാലും കണ്ണനെ അറിയാതെ സത്യങ്ങൾ മൂടി വയ്ക്കണം. അപ്പോൾ അതിന് ഞാൻ കുറച്ച് പൈസ ചോദിച്ചു, അതും എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് ചോദിച്ചത്, അല്ലാതെ മനഃപൂർവ്വം അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്തായാലും കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞാൽ അവളുടെ ദാമ്പത്യ ജീവിതം തകരും, അത് വേണ്ടെന്ന് കരുതിയല്ലേ ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞ്. ഇനിയിപ്പോൾ അവളുടെ ദാമ്പത്യം തകർന്നാലും അവൾക്ക് കോടികളുടെ സ്വത്തല്ലേ കണ്ണൻ കൊടുത്തേക്കണേ, ഞാൻ ചോദിച്ചത് അതിൻ്റെ ഒരു അംശമല്ലേ ആവണുള്ളൂ എന്ന് പറയുമ്പം അനന്ത് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ കണ്ണനെ വിറ്റ് ഒരുപാട് പൈസ നിങ്ങൾ ഉണ്ടാക്കിയില്ലേ, എന്നിട്ട് ഇനിയും ഇതും പറഞ്ഞ് നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എന്താണ് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണനെ വിറ്റ് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പൈസ അവിടുന്ന് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതെൻ്റെ അധ്വാനത്തിൻ്റെ ഫല, കണ്ണനെയും കണ്ണൻ്റെ അച്ഛനെയും ഞാൻ നല്ല രീതിയിൽ തന്നെ സേവിച്ചിട്ടുള്ളൂ, അല്ലാതെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല എന്ന്. ആ സമയത്ത് അനന്തു ഇയാളുടെ മനസ്സിലിരിപ്പ് പറയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, ഈ 10 ലക്ഷം രൂപ തന്നാൽ അതുകൊണ്ട് അമ്മാവൻ്റെ ബ്ലാക്ക് മെയിലിങ് നിർത്തുമെന്ന് ചോദിക്കുമ്പം അതെങ്ങനെ ശരിയാവും അനന്തകുട്ട, 10 ലക്ഷം കൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കില്ലല്ലോ, എനിക്ക് പൈസയ്ക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇപ്പം തന്നെ മേഘനാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ലാതെ കിടക്കുക, അതുപോലെ സ്വാതിയുടെ വിവാഹം നടത്തണം, അതിനൊക്കെ എനിക്ക് പൈസ വേണ്ടേ, അപ്പോൾ പിന്നെ എന്നെ സഹായിക്കാൻ അനന്തും മഹാലക്ഷ്മിയൊക്കെ അല്ലേ ഉള്ളൂ, എനിക്ക് പൈസയ്ക്ക് ആവശ്യം വരുന്നതനുസരിച്ച് ഞാൻ നിങ്ങളോട് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട്, എന്നാലും ഇതിനൊരു മാറ്റമൊന്നുമില്ലേ, ഇനി എത്ര രൂപ വേണ്ടി വരുമെന്ന് ചോദിക്കുമ്പം അതൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ ആവശ്യം അനുസരിച്ച് പൈസ ഞാൻ ചോദിക്കും, ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ എനിക്ക് പൈസ തരേണ്ട വരും, ഇല്ലെങ്കിൽ സത്യങ്ങളെല്ലാം കണ്ണനെ അറിയുന്നു. അത് കേട്ടതും അനന്ത് പറയുന്നുണ്ട്, തനിക്ക് ഞങ്ങൾ പൈസ തന്നില്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം ഞാനിപ്പോൾ തന്നെ സത്യങ്ങളെല്ലാം കണ്ണനോട് വിളിച്ചു പറയുമെന്ന് പറയണം. അന്നേരം അനന്ത് പറയുന്നുണ്ട്, എന്നാൽ ഇന്ന് അമ്മാവൻ ഈ കണ്ണൻ്റെ നമ്പറിലേക്ക് വിളിച്ച് സത്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു. അത് കേട്ടതും ഈ വാമദേവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ അനന്തു എന്നെ പരിഹസിക്കുകയാണെന്ന് ചോദിക്കുമ്പം പിന്നല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അതേ പിടിച്ച് അവരെ ഭീഷണിപ്പെടുത്തി പരമാവധി അവരുടെ സമ്പാദ്യം കൈക്കലാക്കാൻ നോക്കണ താനൊന്നും ഒരു മനുഷ്യനല്ല, താനൊക്കെ വെറും അസുര ജന്മങ്ങളാണ്, ആ പ്രതാപനും താനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ താൻ എന്താ വിചാരിച്ചത്, താൻ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി തന്നെ പേടിച്ച് പൈസയൊക്കെ തരുമെന്നോ, അതിന് മഹാലക്ഷ്മി എന്ത് തെറ്റാ ചെയ്തേക്കണേ, ശരിക്കും ഇതിൽ തെറ്റ് ചെയ്തത് പ്രതാപനല്ലേ, പിന്നെ പ്രതാപൻ ഒറ്റയ്ക്കാണോ അതിന് താൻ കൂട്ടു നിന്നിട്ടുണ്ടോയെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന്. അത് കേട്ടതും വാമദേവനാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് വാമദേവൻ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അനന്തക്കുട്ടാ നീ ഈ പറയണത്, ഞാൻ എൻ്റെ വിശ്വനാഥനെ കൊല്ലാൻ കൂട്ടു നിൽക്കുമെന്ന് വയ്ക്കുമ്പം അല്ല, ഈ കണ്ണൻ്റെ അച്ഛനെ കൊന്നു എന്നുള്ള വിവരം അറിഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ അത് ഉണ്ണിയോടോ മറ്റാരോടോ പറഞ്ഞില്ല, അത് വെച്ച് മഹാലക്ഷ്മിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് തുടങ്ങിയേക്കണേ, അതിൽ നിന്നും ഞങ്ങൾക്ക് തോന്നണത് എന്തായാലും തനിക്കും ഇതിൽ പങ്കുണ്ടെന്നാന്ന് പറയുമ്പോൾ ഈ വാമദേവൻ പറയുന്നുണ്ട്, ഇല്ല അനന്തകുട്ട, എനിക്കതിൽ പങ്കൊന്നുമില്ല, എന്തായാലും ഇനി ഈ ഭീഷണിയും കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട, കണ്ണൻ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്, അത് മഹാലക്ഷ്മിയും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ പ്രതാപം പറഞ്ഞ് എല്ലാ സത്യങ്ങളും കണ്ണൻ അറിഞ്ഞിട്ടുണ്ട്, കണ്ണനിപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ, എന്തായാലും പ്രതാപനിപ്പോൾ ഭ്രാന്താശുപത്രിയിൽ ചികിത്സയിലാണല്ലോ, ചികിത്സയൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ നേരെ അയാളെ പോലീസിലേക്ക് പിടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കണ്ണൻ മിണ്ടാതെ നിൽക്കണേന്ന്. അത് കേട്ടതും വാമദേവനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അനന്തു നീ എന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറയണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ അമ്മാവനെ പറ്റിക്കണേ, ഞാൻ അമ്മാവനെ പറ്റിക്കാൻ പറഞ്ഞതൊന്നുമല്ല, ഉള്ള സത്യമാണ് പറഞ്ഞ് കണ്ണൻ പ്രതാപം പറഞ്ഞു തന്നെ സത്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു, പിന്നെ ഞങ്ങൾ ആ സത്യങ്ങൾ കണ്ണനോട് പറയാതിരുന്നുകൊണ്ട് കണ്ണന് ഞങ്ങളോട് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു. എന്തായാലും അമ്മാവൻ ബ്ലാക്ക് മെയിലിങ് തുടങ്ങിയപ്പോൾ തന്നെ മഹാലക്ഷ്മി കണ്ണനെ ചെന്ന് കണ്ട് എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ പ്രതാപൻ എന്തിനു ചെയ്തു, ആരാ പ്രതാപനെയും കൊണ്ട് ചെയ്യിച്ചതെന്നൊക്കെ പോലീസ്
പിടിച്ചോളും. എന്തായാലും പ്രതാപൻ ചികിത്സ കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് കണ്ണൻ. അതുവരെ ഉള്ളൂ പ്രതാപന് പുറം ലോകത്തുള്ള ജീവിതം എന്ന്. അത് കേട്ടതും വാമദേവനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് അനന്ത് ചോദിക്കുന്നുണ്ട്, ഇനി അമ്മാവന് 10 ലക്ഷം വേണോ അമ്മാവെന്ന് ചോദിക്കുമ്പോൾ, വേണ്ട മോനെ, എനിക്കൊന്നും വേണ്ട, ഞാൻ പോവാന്ന് പറഞ്ഞ് വേഗം തന്നെ വാമദേവൻ പോകുന്നുണ്ട്. ആ സമയത്ത് അനന്ത് വിചാരിക്കുന്നത് ഈ വാമദേവന് ഇനി പൈസ കിട്ടൂല എന്നുള്ള വെപ്രാളത്തിൽ പോണേന്ന്. പക്ഷെ സത്യത്തിൽ ഈ പ്രതാപൻ ജയിലിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം വാമദേവനും ഉണ്ടാവുമെന്ന് വാമദേവന് ഉറപ്പുള്ളത് കൊണ്ടാണ് വാമദേവൻ പോണത്. വാമദേവൻ ജീവനും കൊണ്ട് പോണ കാണുമ്പം അനന്തമാണെങ്കിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. എന്തായാലും അയാളുടെ പൈസയോടുള്ള ആർത്തി ഇതോടുകൂടി തീർന്നിട്ടുണ്ടാവുമെന്നും പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവൻ വീട്ടിലേക്ക് ചെല്ലണമെന്ന് നോക്കി സീമന്തിനി ഇരിക്കുകയാണ്. അങ്ങനെ വാമദേവൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ടതും സീമന്തിനി ആണെങ്കിൽ വേഗം എഴുന്നേറ്റ് വന്നിട്ട്, വാമേട്ട പോയിട്ട് എന്താ ഈ പൈസ കിട്ടിയോന്ന് ചോദിക്കുമ്പം, നീ ഒന്നും മിണ്ടാതിരി സീമന്തിനി, ഇപ്പം ആകെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു, ഇപ്പം ഞാൻ ഭീഷണിപ്പെടുത്താൻ പോയത് മണ്ടത്തരായി പോയെന്നാണ് തോന്നണേന്ന് പറയുമ്പോൾ സീമന്തിനി ചോദിക്കുന്നുണ്ട്, എന്ത് പഠിച്ചു വാമേട്ട, അവർ പൈസ തന്നില്ലേ, വാമേട്ടനെ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുമ്പം, എന്നെ ഉപദ്രവിച്ചൊന്നുമില്ല, പക്ഷേ പൈസ തന്നില്ല, അതെന്താ തരാണ്ടിരുന്നേന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി തന്നെ കണ്ണനോട് സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന്. വാമേട്ട ഇനിയിപ്പോൾ എന്താവും, കണ്ണൻ പ്രതാപനെ വെറുതെ വിടുമെന്ന് ചോദിക്കുമ്പം, അതൊരിക്കലും ഇല്ല, നിനക്കറിയാലോ കണ്ണന് കണ്ണൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു, അതുകൊണ്ട് ആ അച്ഛനെ ഇല്ലാണ്ടാക്കിയവരെ കണ്ണൻ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോയെന്ന്. അപ്പോൾ ഈ കണ്ണനോട് സത്യങ്ങൾ പ്രതാപൻ പറഞ്ഞു എന്ന് ചോദിക്കുമ്പം, പ്രതാപൻ അന്ന് 7-ാം മാസത്തെ ചടങ്ങിന് കണ്ണൻ അവിടെ ചെന്നിരുന്നപ്പം കണ്ണനോട് സത്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ അത് മഹാലക്ഷ്മി ഒന്നും കണ്ടില്ലായിരുന്നു. പിന്നീട് ഞാൻ മഹാലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തിയതും മഹാലക്ഷ്മി തന്നെ നേരിട്ട് ചെന്ന് കണ്ണനോട് സത്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി അതും പറഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കാൻ പറ്റില്ല അല്ലേ വാമേട്ടാന്ന് ചോദിക്കുമ്പോൾ, അതുമാത്രമല്ലടി, കണ്ണനും അനന്തും ഒക്കെ ഉറച്ച തീരുമാനത്തിൽ തന്നെ കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല, ആ പ്രതാപൻ ചികിത്സ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നേരെ അവനെ പോലീസിൽ പിടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കേട്ടതും ഈ സീമന്തിനി പറയുന്നുണ്ട്, എന്തായാലും അന്നത്തെ കൊലപാതക കേസ് ഇന്ന് കുത്തിപ്പൊക്കിയാലും പ്രതാപൻ ജയിലിൽ പോകേണ്ടി വരും. പിന്നെ വാമേട്ടനൊരു കാര്യം മനസ്സിലാക്കിക്കോ, പ്രതാപൻ ജയിലിൽ പോവുകയാണെങ്കിൽ അയാൾ അത് ഒറ്റയ്ക്ക് പോകുന്നൊന്നും വാമേട്ടൻ വിചാരിക്കേണ്ട, കൂടെ വാമേട്ടനും ഉണ്ടാവും. കൊന്നവരെക്കാളും വലിയ ശിക്ഷ കൊല്ലിച്ചവർക്ക് കിട്ടാൻ പോണേന്ന്. അത് കേട്ടതും വാമദേവനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. ഈ സമയത്താണ് നമ്മളുടെ കരുണയുടെ കോള് വരുന്നത്. കോള് കണ്ടതും വാമദേവൻ എടുത്തിട്ട് പറയുന്നുണ്ട്, ആ കുട്ടി പിശാച് വിളിച്ചു തുടങ്ങിയെന്ന് പറയുമ്പോൾ സീമന്തിന് ചോദിക്കുന്നുണ്ട്, ഏത് പിശാചിൻ്റെ കാര്യം വാമേട്ടൻ പറയണേന്ന് ചോദിക്കുമ്പോൾ, വേറെ ആരാ, ആ പ്രതാപൻ്റെ മോളില്ലേ ഒട്ടും കരുണയില്ലാത്ത ആ കരുണ, അവളാ വിളിച്ചുകൊണ്ടിരിക്കണേ, എന്തിനാ അവളിപ്പോൾ വിളിക്കണേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പൈസയ്ക്ക് പോയതല്ലേ, പൈസ കിട്ടിയെങ്കിൽ അവക്കടെ വീതം അവൾക്ക് വേണമെന്ന് പറയാൻ വേണ്ടി വിളിക്കണേ ആയിരിക്കുമെന്ന്. അങ്ങനെ സീമന്തിനി പറയുന്നുണ്ട്, വാമേട്ടൻ ഫോൺ എടുത്തിട്ട് അവളോട് പറ സത്യങ്ങളെല്ലാം കണ്ണൻ അറിഞ്ഞുവെന്ന്, അപ്പോൾ അവളെ എത്രയും പെട്ടെന്ന് കമലേശ്വരത്തുനിന്ന് പുറത്തിറക്കി വിടുമെന്നും പറഞ്ഞു തരുന്നു. അത് കേട്ടതും വാമദേവൻ പറയുന്നുണ്ട്, അത് ശരിയാണല്ലോടി സീമന്തിനി, കണ്ണൻ അറിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും കണ്ണൻ ഉണ്ണിയോടും ദുർഗയോടും പറയും, പിന്നെ കരുണയ്ക്ക് കമലേശ്വരത്ത് അധിക ദിവസമൊന്നും വാഴാൻ പറ്റില്ല എന്ന്. അങ്ങനെ വാമദേവൻ ഫോൺ എടുത്തതും, അമ്മാവ പൈസ കിട്ടിയില്ലേ, എൻ്റെ വീതം എവിടെയെന്ന് ചോദിച്ചതും, ഒന്നും നടന്നില്ല മോളെ, കണ്ണനോട് മഹാലക്ഷ്മി സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അതുമാത്രമല്ല മോളുടെ അച്ഛനും ഇതിനു മുമ്പ് കണ്ണനോട് സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം കണ്ണൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചതെന്ന്. എന്നിട്ട് കരുണ ചോദിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ അയാൾ എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ, ഇനി അയാൾ അച്ഛനെതിരെ കേസിന് എന്തെങ്കിലും പോകുമെന്ന് ചോദിക്കുമ്പം, അതെല്ലാം പോവും, എന്തായാലും നിൻ്റെ അച്ഛനെ ജയിലിലാക്കിയിട്ട് അനന്തവും കണ്ണനും പിന്മാറുള്ളൂ. ഇതിപ്പോൾ വലിയ പ്രശ്നമായല്ലോ അമ്മാവെന്ന് പറയുമ്പം, ഇനി പ്രശ്നം വരാൻ പോകുന്നത് നിനക്ക് മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് വാമദേവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിനെ കാണാനായിട്ട് മാർക്കോ ചെന്നേക്കാണ്. മാർക്കോ ചെന്ന് മഹാലക്ഷ്മിനെ കാണുന്ന കാര്യം പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, ഇപ്പം തന്നെ മഹാലക്ഷ്മിനെ ICUന്ന് റൂമിലേക്ക് മാറ്റും, അതിനുശേഷം കാണാം. അപ്പോൾ കണ്ണൻ സാറില്ലേന്ന് ചോദിക്കുമ്പോൾ, കണ്ണൻ ഇവിടെ ഉണ്ട്, കണ്ണനിപ്പോൾ തന്നെ വരുമെന്നും പറഞ്ഞ് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മിയെ ICUവിൽ നിന്നും റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ പുറകെ അനന്തും ലേഹയും കണ്ണനും മാർക്കോയൊക്കെ പോകുന്നുണ്ട്. റൂമിൽ ചെന്നതും കണ്ണൻ മാർക്കോയോട് പറയുന്നുണ്ട്, അമ്മാവൻ്റെ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ഇപ്പോൾ അമ്മാവൻ നിർത്തി കാണും. ഏറ്റവും കൂടുതൽ ഞാൻ ഈ സത്യങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിച്ചത് അമ്മാവനാണ്. കാരണം ഞാനിത് അറിയാണ്ടിരുന്ന മഹീനെയും അനന്തൂനെയും ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങാമെന്ന് വിചാരിച്ച അമ്മാവനിരുന്നേന്ന്. അന്നേരം ഈ മാർക്കോ പറയുന്നുണ്ട്, എന്നാലും അയാൾ എന്തൊരു ജന്മ കണ്ണൻ സാറ്, ഒന്നുമില്ലെങ്കിലും അയാളുടെ സഹോദരിയുടെ ഭർത്താവിനെയല്ലേ ആ പ്രതാപൻ കൊന്നത്, എന്നിട്ടും ആ പ്രതാപനോട് അയാൾക്ക് ദേഷ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ആ മരണം വെച്ച് കാശുണ്ടാക്കാനാലോ അയാൾ നോക്കണേ, ഇനിയിപ്പോൾ അയാൾക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടാവോ കണ്ണൻ സാറേ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് ആ കാര്യത്തിൽ സംശയമുണ്ട് മാർക്കോ, കാരണം അന്ന് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അമ്മാവൻ കമ്പനിയിൽ എന്തൊക്കെയോ തിരിമറികൾ നടത്തിയിരുന്നു, അതിൻ്റെ പേരിൽ
അച്ഛൻ അമ്മാവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ നിന്ന സമയത്ത് അച്ഛന് ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു. അന്നേരം മാർഗോ പറയുന്നുണ്ട്, എന്നാൽ ഉറപ്പായിട്ടും അമ്മാവൻ തന്നെയായിരിക്കും കണ്ണൻ സാറേ അതിൻ്റെ പുറകിൽ. എന്തായാലും ആ പ്രതാപനെ കണ്ട് ഒന്നും കൂടി കാര്യങ്ങൾ ചോദിച്ചാൽ പ്രതാപൻ തന്നെ സത്യങ്ങളൊക്കെ പറഞ്ഞേനേന്ന്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതിന് വഴിയില്ല, അയാളെ ഭ്രാന്താശുപത്രി കൊടുന്ന് ആക്കിയേക്കുമല്ലേ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവിനെയും സാഹറിനെയാണ്. സാഹറാണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നുണ്ട്, ഏടത്തിയുടെ കാര്യം നീ അറിഞ്ഞില്ലേ, ഏടത്തി ആസ്പത്രിയിൽ ICUലാന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പം മഞ്ജു ചോദിക്കുന്നുണ്ട്, ഏടത്തിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഏടത്തി ഭയങ്കര ടെൻഷനിലല്ലായിരുന്നോ. അന്നേരം മഞ്ജു ചോദിക്കുന്നുണ്ട്, ഏടത്തിക്ക് എന്തിനാ ടെൻഷൻ, 7ാം മാസത്തെ ചടങ്ങൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നുല്ലോ എന്ന് പറയുമ്പം ഈ സാഗർ പറയുന്നുണ്ട്, അതല്ല, അന്ന് ആ പ്രതാപൻ വന്ന അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ. പിന്നെ കണ്ണൻ സാർ അതിനുശേഷം ഏടത്തിയോട് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ. കഴിഞ്ഞ ദിവസം കണ്ണൻ സാറിനെ കാണാൻ ചെന്നപ്പം ഏടത്തിയോട് കണ്ണൻ സാർ വളരെ മോശമായി സംസാരിച്ചു. അന്ന് ഏടത്തി അനന്തു സാറിൻ്റെ വീട്ടിൽ വന്നതും കുഴഞ്ഞു വീണിട്ട് അനന്തു സാറും ലേഖ ചേച്ചിയും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ടിപ്പോൾ കണ്ണേട്ടൻ്റെ ഏടത്തിയുടെയും പിണക്കമൊക്കെ മാറിയെന്ന് ചോദിക്കുമ്പം ഇപ്പോൾ പിണക്കമൊക്കെ മാറി, കണ്ണൻ സാറും ആസ്പത്രിയിലുണ്ട്, നിന്നോട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പം ഈ മഞ്ജു ചോദിക്കുന്നുണ്ട്, എന്നാലും സാഗറേട്ട എന്തിനായിരിക്കുമോ ഈ ഏട്ടനും ഏടത്തിയും തമ്മിൽ പിണങ്ങിയെന്ന് ചോദിക്കുമ്പം സാഗറിന് ആദ്യം എന്ത് പറയണമെന്നറിയില്ല. പിന്നീട് എന്തായാലും കണ്ണൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇനി മഞ്ജുവിനോട് സത്യങ്ങളൊക്കെ പറഞ്ഞേക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സാഗർ മഞ്ജുവിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, പക്ഷെ നീ അത് ക്ഷമയോടുകൂടി കേൾക്കണം. അന്ന് നിൻ്റെ അച്ഛന് ആക്സിഡൻറ്റ് ഉണ്ടായില്ലേ, കണ്ണൻ സാറ് വീൽ ചെയറിലായ ആ ഒരു ആക്സിഡൻറ്റ്, അതിന് കാരണക്കാരൻ വേറെ ആരുമല്ല, നിൻ്റെ കരുണേടത്തിയുടെ അച്ഛനില്ലേ ആ പ്രതാപൻ, അയാളാണ് നിൻ്റെ അച്ഛനെ ഓടിച്ച ബൈക്കിലേക്ക് ലോറി ഓടിച്ച് കയറ്റിയിരുന്നു. അത് കേട്ടതും നമ്മളുടെ മഞ്ജു ആണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണ് ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.